ഏറ്റവും ശ്രദ്ധേയമായ വിവാദങ്ങളിലൊന്ന് മിനി മാസ് ലൈറ്റിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. തളിപ്പറമ്പ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 24 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു ജംഗ്ഷനിൽ സ്ഥാപിച്ച ഈ ലൈറ്റിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിച്ചു. ലൈറ്റ് സ്ഥാപിച്ച സ്ഥലത്ത് വേറെ ബോർഡിൽ അടങ്കൽ തുക 24 ലക്ഷം എന്ന് രേഖപ്പെടുത്തിയത് പൊതുജനങ്ങളിൽ ഞെട്ടലും രോക്ഷവും ഉണ്ടാക്കി. ഒരു സാധാരണ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് ഇത്രയും ഭീമമായ തുക ചെലവഴിച്ചത് അഴിമതിയുടെ വ്യക്തമായ സൂചനയായിട്ടാണ് പൊതുസമൂഹം കാണുന്നത്. സംസ്ഥാന സർക്കാർ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് ഒരു വീട് നിർമ്മിക്കാൻ 4 ലക്ഷം രൂപ മാത്രമാണ് അനുവദിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇതിനോട് കൂട്ടി വായിക്കുമ്പോൾ ഒരു ലൈറ്റിനായി 24 ലക്ഷം രൂപ ചെലവഴിക്കുന്നതിലെ അനീതി കൂടുതൽ വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത നിരവധി പേർ താർപ്പായ കെട്ടി ഷെഡുകളിൽ ജീവിക്കുമ്പോൾ തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രതിനിധി ഇത്തരമൊരു ധൂർത്ത് നടത്തുന്നത് തികച്ചും ലജ്ജാകരമാണെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നു. ഇതിന് സമാനമായി തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റൊരു സംഭവം വികസനത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയക്കാരുടെ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. വട്ടിയൂർക്കാവ് MLAയും കൗൺസിലറും ചേർന്ന് ഒരു റോഡിൽ സീബ്ര ലൈൻ വരപ്പിച്ചതിനെ വൻ വികസന പദ്ധതിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതാണ് വിവാദത്തിന് കാരണമായത്. കാൽനട യാത്രക്കാർക്ക് ആശ്വാസമായി സീബ്ര ലൈൻ എന്ന് രേഖപ്പെടുത്തി ജനകീയ MLAയെയും വികസന നായകനായ കൗൺസിലറിനെയും പുകഴ്ത്തിക്കൊണ്ടുള്ള ഈ ഫ്ലെക്സ് സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തി. നഗരത്തിലെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വരയ്ക്കേണ്ട സീബ്ര ലൈൻ ഒരു വലിയ വികസന നേട്ടമായി ആഘോഷിക്കപ്പെടുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പരിതാപകരമായ അവസ്ഥയാണ് വെളിപ്പെടുത്തുന്നത്.